എല്ലാവർക്കും നമസ്കാരം. തുളസി ഇലയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ കോമണായി കിട്ടുന്ന തുളസിയാണ് കൃഷ്ണ തുളസിയും രാമതുളസിയും. ഒട്ടനവധി തുളസികളുണ്ടെങ്കിലും കൂടുതലായിട്ട് കിട്ടുന്നത് കൃഷ്ണ തുളസിയും രാമതുളസിയുമാണ്. അപ്പോൾ അതിന് എന്തൊക്കെ രോഗങ്ങൾക്കാണ് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. റെസ്പിറേറ്ററി ഡിസീസിന് വേണ്ടിയിട്ട്, അതായത് ജലദോഷം, പനി, ചുമ, കഫക്കെട്ട്, ശ്വാസം മുട്ടൽ, ഇത്തരം രോഗങ്ങൾക്ക് നമുക്ക് തുളസി ഇലയുടെ നീര് 1 ടീസ്പൂണും പനിക്കൂർക്ക ഇലയുടെ നീര് 1 ടീസ്പൂണും സമം ഇഞ്ചി നീര് 1/2 ടീസ്പൂണും 1/2 ടീസ്പൂൺ തേനും ചേർത്ത് കഴിക്കുവാണെങ്കിൽ ഇത്തരം ചുമ, കഫക്കെട്ടൊക്കെ ശമിക്കുന്നതായിട്ട് കാണാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ആടലോടകത്തിൻ്റെ ഇലയും കൂടെ കിട്ടുവാണെങ്കിൽ അതിൻ്റെ നീരും കൂടെ 1 ടീസ്പൂൺ മിക്സ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ ചുമയും കഫക്കെട്ടും ഒക്കെ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുഖക്കുരുവിന് തുളസി ഇലയുടെ നീരും അതുപോലെ തന്നെ പച്ച മഞ്ഞളും കൂടെ അരച്ച് ലേപമായിട്ട് പുരട്ടുകയാണെങ്കിൽ അക്നെ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. പിഗ്മെൻറ്റേഷൻ, ഇത്തരത്തിലുള്ള മുഖത്തിലുണ്ടാകുന്ന പാടുകൾക്കൊക്കെ തന്നെ തുളസിയുടെ നീര് വളരെയധികം ഗുണപ്രദമാണ്. അതുപോലെ തന്നെ ഇൻസെക്റ്റ് ബൈറ്റ്, ചെറു പ്രാണികൾ കടിച്ചുണ്ടാകുന്ന ചുവപ്പ്, നീര്, ചൊറിച്ചിൽ, ഇത്തരം ഇതിനും തുളസിയുടെ നീരും അതുപോലെ തന്നെ പച്ചമഞ്ഞളും കൂടെ അരച്ച് ലേപം പോലെ പുരട്ടുകയും അതുപോലെ തന്നെ ഉള്ളിലേക്ക് സേവിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഫലപ്രദമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക അല്ലെങ്കിൽ ച്യൂ ചെയ്ത് തുളസി ഇല കഴിക്കുവാണെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തലയിൽ പേന, താരൻ ഇതുപോലുള്ളതിന് ഇതിൻ്റെ ഇല ക്രഷ് ചെയ്തിട്ട് തലയിൽ വെച്ച് ഉറങ്ങാൻ സമയമൊക്കെ തലയിൽ ക്രഷ് ചെയ്തിട്ടുള്ള തുളസിയൊക്കെ വയ്ക്കുവാണെങ്കിൽ അതിൻ്റെ പേനും താരനുമൊക്കെ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് ആൻറ്റിപൈററ്റിക്കും കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേദനയും കുറയും, പനി അതുപോലെ തന്നെ കുറയും ചെയ്യും. അതുപോലെ തന്നെ വേദന സംഹാരിയാണ്. തലവേദന പോലെയുള്ള അസുഖങ്ങൾക്ക് തുളസി ഇലയുടെ നീരും രാസ്നാദി ചൂർണവും അതുപോലെ തന്നെ നാരങ്ങാ നീരും കൂടെ ലേപമായിട്ട് തലയിൽ നെറ്റിയിൽ പുരട്ടുകയാണെങ്കിൽ തലവേദനയ്ക്ക് നല്ല ശമനം കാണുന്നതായിട്ട് സാധിക്കും. വെറുതെ തന്നെ തുളസി ഇലയുടെ നീര് പുരട്ടുകയാണെങ്കിലും ഒരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഇച്ചിങ് അതുപോലുള്ള സ്കിൻ ഡിസീസുകൾക്കും നമുക്ക് പച്ചമഞ്ഞളും തുളസി ഇലയുടെ നീരും പുറമേ പുരട്ടാവുന്നതാണ്. തുളസി ഇല ചായയിട്ട് വെച്ച് കുടിക്കുകയോ അതുപോലെ തന്നെ തുളസി ഇല, പനിക്കൂർക്ക ഇല, ഗ്രാമ്പൂ ഒക്കെ ഇട്ട് മഞ്ഞളൊക്കെ ഇട്ട് വെള്ളം ആവി പിടിക്കുന്നതും വളരെയധികം ഫലപ്രദമാണ്.